Anubhava, and Vyabhichari Bhava. Vibhava, Anubhava, Vyabhichari Bhava. So Vibhava we can again divide into two. One is Alambhana Vibhava, and the next one is Uddhibana Vibhava. അപ്പോൾ ഇത് സാംസ്കൃത് ടേം ആണെങ്കിൽ നമുക്ക് മലയാളത്തിൽ ഉദ്ദീപനം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അതുപോലെ ആലംബന എന്താണെന്നുള്ളത് ഒരു വാക്ക് അത്യാവശ്യം പെട്ടെന്ന് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകേണ്ടതാണ്. സോ ആലംബന എന്ന് പറഞ്ഞാൽ ആർക്കാണ് ആ ഇമോഷൻസ് വരുന്നത്, ആ ഒരു വ്യക്തി, അതാണ് ആലംബന എന്ന് പറയുന്ന ആൾ. ആർക്കാണോ ഇമോഷൻസ് ഉണ്ടാകുന്നത്, ആർക്കാണോ ഈ ഇമോഷൻസ് എല്ലാം മാനിഫെസ്റ്റ് ചെയ്യുന്നത്, അവരെയാണ് നമ്മൾ ആലംബന വിഭവ, അത്തരത്തിലുള്ള സംഭവങ്ങൾ ആലംബന വിഭവ എന്ന് പറയും. ഇനി ഉദ്ദീപന വിഭവ എന്ന് പറഞ്ഞാൽ ചില സാഹചര്യങ്ങൾ, സർക്കംസ്റ്റാൻസസ്, അത് നമ്മൾക്ക് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നല്ല മനോഹരമായ ഒരു പാട്ട് കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം, അവിടെ നമ്മൾ ഉദ്ദീപിപ്പിക്കുന്നത് നല്ലൊരു പാട്ടാണ് അല്ലേ. അതുപോലെ തന്നെ ഒരു ഭീകരമായിട്ടുള്ള സിറ്റുവേഷൻ വരുന്നു,